ഞാനൊരു തെറ്റ് ചെയ്തു പോയാൽ ഏറ്റവും വേദനിക്കുന്ന ആളാരാണ്? എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല, എൻ്റെ ജ്യേഷ്ഠനല്ല, എൻ്റെ അനുജനല്ല. എൻ്റെ അടുക്കൽ നിന്നൊരു തെറ്റ് വന്നു പോയാൽ ഏറ്റവും വേദനിക്കുന്ന നേതാവ്, ഏറ്റവും വേദനിക്കുന്നയാൾ മദീനത്ത് ഗുംബദേ ഖസ്റാഇന്റെ താഴെ കിടക്കുന്ന എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ ഉള്ളിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന, അവിടെ ചെന്ന് സലാം പറയുമ്പോൾ മടങ്ങി കിട്ടണമെന്ന് കൊതിച്ചു നിൽക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ സുഹൃത്തുക്കളെ, സ്വലാത്ത് ഇങ്ങനെ മതിയോ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അതാ വല്ലാതെ ദുഃഖിച്ചു പോയി. ഒരു തെറ്റ് വന്നു പോയാൽ, എനിക്കും നിങ്ങൾക്കും ഒരു അബദ്ധം വന്നു പോയാൽ, ഒരു പിഴവ് ചെയ്തു പോയാൽ ഏറ്റവും വേദനിക്കുന്നതാരാണ്? എൻ്റെ വാപ്പയല്ല, എൻ്റെ ഉമ്മയല്ല. എന്നെ എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നതാരാണ്? നമ്മളെ സ്നേഹിക്കുന്നതാരാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടുന്നതാണ്. ഇൻ വജദ്തു ഖൈറാ, നിങ്ങൾ നല്ലതു ചെയ്താൽ ഹമിദുല്ലാഹ, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നിങ്ങൾ തെറ്റു ചെയ്താലോ, എനിക്ക് വേദന വന്നുപോയി, എൻ്റെ അനുയായി കണ്ണൂർ സിറ്റിയിലുള്ള ഇന്നയാള്, കൊല്ലത്തുള്ള ഇന്നയാള് തെറ്റു ചെയ്തു പോയി എന്നറിഞ്ഞാൽ ഹബീബിന് വേദനിച്ചു പോയി. അപ്പ തന്നെ നമുക്ക് വേണ്ടി പൊറുക്കല് തേടും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിക്കരുത്. ജീവിതം നല്ല ശ്രദ്ധയോടെ നയിക്കണം. എൻ്റെ ഉമ്മമാരെ, മാന്യമായി ഔറത്ത് മറച്ച് ജീവിക്കണം, തഖ്വയോടെ നീങ്ങണം. മുൻഗാമികളായ ഉമ്മമാരുടെ ജീവിതം കണ്ടില്ലേ, റബ്ബിന്റെ മാർഗത്തിലാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ? അതുപോലെ തന്നെ എത്രയോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അവരെല്ലാവരും, അവരുടെ സ്വാലിഹാത്തുകൾ, അവരുടെ ഭാര്യമാർ, അവരെല്ലാവരും തഖ്വയോടെയല്ലേ ജീവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വഴിയിൽ ജീവിക്കാൻ നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വഹാബി വനിതകളുടെ മുഴുവനും ജീവിതം റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയാണ്. അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു. മൽതഫത്തു യമീനൻ വലാ ശിമാലാ, ഞാൻ വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും അവിടെയെല്ലാം ഉമ്മു ഉമാറ എനിക്ക് വേണ്ടി സംരക്ഷണത്തിനുണ്ട്. അത് യുദ്ധം ചെയ്യാൻ പോയതല്ല, സ്വഹാബത്തിന് സേവനം ചെയ്യാൻ ഒട്ടകക്കട്ടിലിൽ ഇരിക്കാൻ പോയതാണ്. പക്ഷേ നബി തങ്ങൾ ഒറ്റപ്പെട്ടെന്നറിഞ്ഞപ്പോൾ എല്ലാം ഒഴിവാക്കി ചടിയിറങ്ങിയതാണ്. അങ്ങനെ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹയുടെ ജീവിതം ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി പണയം വെച്ചിട്ട് ഇബ്നു ഖുംആ എന്ന ധിക്കാരി വലിയൊരു കുന്തം കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട ഉമ്മു ഉമാറയുടെ തോളത്ത് ആഴത്തിലങ്ങ് കുത്തിയപ്പോൾ വേദനിച്ചങ്ങിരുന്നു പോയി. അപ്പൊ നബി തങ്ങൾ ഉമ്മു ഉമാറയുടെ മകനോട് പറഞ്ഞു, മോനെ, ഉമ്മാക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കണം. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, എന്നെ നോക്കണ്ട, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിക്കോ. ഞാൻ മരിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ സുറാഖത്ത് ബിൻ മാലിക് വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ, കരഞ്ഞത് ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടല്ല. ഞാൻ മരിച്ചാൽ ഞാൻ മരിച്ചെന്നേ ഉള്ളൂ. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ നഷ്ടമാണ്.
അങ്ങനെയാണ് മുഴുവൻ സ്വഹാബത്തും ജീവിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് ഇഷ്ക് വെച്ച് നന്നായി സ്വലാത്ത് ചൊല്ലി തഖ്വയോടെ ജീവിക്കണം. അല്ലാഹുവേ, പറയുന്ന എനിക്കും കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കൽബിൽ ഈ മജ്ലിസിൽ നിന്ന് ആത്മീയമായ വെളിച്ചവും തഖ്വയും നീ നൽകണേ റഹ്മാനേ. ഞങ്ങളെ ഖായിബാക്കല്ലേ റഹ്മാനേ. ഞങ്ങൾക്ക് ഓരോ മജ്ലിസ് കൊണ്ടും ഞങ്ങളുടെ ആഖിറത്തിലേക്ക് നീ വളർച്ച നൽകണം റഹ്മാനേ. നിനക്ക് പൊരുത്തപ്പെട്ടതിലേക്ക് ജീവിക്കാനും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഞങ്ങൾക്ക് നീ എല്ലാ കഴിവും നൽകണേ റഹ്മാനേ. റിയാ എന്ന വലിയ രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. എന്റെ ചെറുപ്പക്കാരെ, ഒരു വഖത്ത് നിസ്കാരവും ഖളാ ആകരുത്. വൃത്തികെട്ട സിനിമയും മറ്റും കണ്ട് കണ്ണുകേട് വരുത്തരുത്. ഉമ്മമാര് പെങ്ങന്മാരോട് പറയട്ടെ, ആവശ്യമില്ലാത്തത് കണ്ട് കണ്ണുകേട് വരുത്തരുത്. എനിക്കും നിങ്ങൾക്കും റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണണ്ടേ. വൃത്തികെട്ട സിനിമ കണ്ട് രാത്രി കിടന്നുറങ്ങിയാൽ ആ ഹബീബിനെ കാണാൻ കഴിയുമോ? അതാ ചെവിയിൽ അതാ സ്പീക്കർ തിരികെ വെച്ചിട്ട് സിനിമാ ഗാനവും കേട്ട് കിടന്നാൽ ഹബീബിന്റെ വിളി കേൾക്കാൻ കഴിയുമോ? അല്ലാഹുവേ, പകല് മുഴുവനും നിന്റെ ഹബീബിന്റെ ദീനനുസരിച്ച് ജീവിച്ച് കഴിയും പോലെ അവിടുത്തെ ദീനിന് ദഅവത്ത് നടത്തി രാത്രി ഞങ്ങൾ കണ്ണടയ്ക്കുന്ന നേരത്ത് ആ ഹബീബിനെ ഒരുപാട് തവണ ഒന്ന് കാണിച്ച് ഞങ്ങളുടെ ജീവിതം നീ അർത്ഥമുള്ളതാക്കണേ അല്ലാ. ഞങ്ങള് വസുഫ് പറയുന്ന മഹത്വം പറയുന്ന ഹബീബിനെ കണ്ട് അവിടുത്തെ സൗന്ദര്യം പ്രസംഗിക്കുമ്പോ അവിടുത്തെ ഹബീബിന്റെ തിരുശരീരം മനസ്സിൽ കണ്ടു പറയാൻ പരിചയപ്പെടുത്തി തരണേ റഹ്മാനേ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മേൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. ഞാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, തഖ്വയോടെ ജീവിക്കണം. മൊബൈലിലുള്ള മുഴുവൻ വൃത്തികെട്ട ക്ലിപ്പും ഒഴിവാക്കണം. എന്നിട്ടൊന്ന് നിയ്യത്ത് ചെയ്ത് സ്വലാത്ത് ചൊല്ലും. മോനെ, റസൂലുള്ളാഹിനെ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം, മദീനയിലെത്താം. പെങ്ങളെ, നിന്റെ വസ്ത്രം മാന്യമുള്ളതാകണം. ശരീരത്തിന്റെ വിശേഷണം പറയുന്ന പർദ്ദയും ചുരിദാറും മോഡേൺ ഡ്രസ്സും ഇട്ടിട്ട് നീ ഇങ്ങനെ തെരുവിൽ ആടിയിട്ട് അന്യപുരുഷന്മാരുടെ കൽബ് കേടുവരുത്തി, നിന്റെ തടിയും കേടുവരുത്തി, നിനക്കല്ല തന്ന സൗന്ദര്യമുള്ള ശരീരം നരകത്തിന്റെ വിറകാക്കല്ലേ മോളെ. തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൽബ് നൽകണേ അല്ലാ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.